അദ്ദേഹം റെസ്റ്റിലാണ്. മന്ത്രി ശിവൻകുട്ടി. മന്ത്രി വി ശിവൻകുട്ടിയുടെ മകൻ ഗോവിന്ദിൻ്റെ കല്യാണ വിരുന്ന് സദസ്സാണ് ഇത്. എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇവിടെ വിരുന്ന് സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. VIP-കൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേക വിവേചനം കൽപ്പിക്കാതെ എല്ലാവരെയും ഒരേപോലെയാണ് ഈ വിവാഹ ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി വിരുന്ന് ഒരുക്കിയത്. ഗോവിന്ദിൻ്റെയും എലീനയുടെയും വിവാഹത്തിന് എല്ലാ ആശംസകളും നേരാൻ വേണ്ടി പല ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാമിമാർ, അതോടൊപ്പം തന്നെ പള്ളിയിലെ അച്ഛന്മാർ, പാതിരിമാർ, ഉസ്താദന്മാർ, വിവിധ രാഷ്ട്രീയ പ്രമുഖർ, സാഹിത്യകാരന്മാർ, അങ്ങനെ ഒട്ടുമിക്ക മേഖലകളിലുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തിയ കാഴ്ചയാണ് മനോരഞ്ജിത ന്യൂസ് നിങ്ങൾക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ വിവാഹ സദസ്സ്, വിവാഹ വിരുന്ന് സൽക്കാരങ്ങളെന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. പുതിയൊരു ലൈവിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വിവാഹ സദസ്സിലാണ്. വേറെ ആരുമല്ല, മന്ത്രി വി ശിവൻകുട്ടിയുടെ മകന്റെ വിവാഹ ചടങ്ങാണ്. ഈ വിവാഹ ചടങ്ങിന് ഒരു ലൈവാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. കാരണം സാധാരണക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അഥവാ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വിവാഹ സൽക്കാരം നടത്തുന്നത്. സാധാരണ കാണുന്നതിന് വിപരീതമായി തന്നെ സാധാരണ VIP-കളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാത്രം ഉൾക്കൊള്ളുമ്പോൾ ഇവിടെ സാധാരണക്കാരെയും അദ്ദേഹവുമായി പരിചയപ്പെട്ടവരെയും, മുമ്പ് അദ്ദേഹം മന്ത്രി ആവുമ്പോഴും ഇല്ലാത്തപ്പോഴും അദ്ദേഹം എങ്ങനെയൊക്കെയാണോ ആരുമായിട്ടാണോ ബന്ധപ്പെട്ടത് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് ഈ ഒരു മകന്റെ വിവാഹ സൽക്കാര ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനതിൽ അവിടുത്തെ ലൈവാണ്. നമുക്ക് പോകാൻ ഒരുപാട് വിശേഷ വ്യക്തികൾ വന്നിട്ടുണ്ട്. എന്നാലും സാധാരണക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മന്ത്രി ഇപ്പോൾ ഒരു വ്യത്യസ്തനാകണം. അതിന്റെ ലൈവിലേക്ക് പോകാം. സിനിമാ താരങ്ങളും നമ്മുടെ കൗൺസിലർ സലീം, അതോടൊപ്പം തന്നെ മന്ത്രി അബ്ദുറഹ്മാൻ, പ്രശസ്ത സൂപ്പർ താരം മോഹൻലാൽ എന്നിവരും ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ VK രാജു ഫാമിലി, അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ്, അങ്ങനെ എല്ലാ ആളുകളും ഈ ഒരു സദസ്സിൽ എത്തിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതാണ് വിവാഹിതനായ മന്ത്രി വി ശിവൻകുട്ടിയുടെ മകൻ ഗോവിന്ദ്, അതോടൊപ്പം ഭാര്യ എലീന. ഇവർ തമ്മിലുള്ള വിവാഹമായിരുന്നു ഇന്ന് നടന്നത്. അതിൻ്റെ സർക്കാർ ചടങ്ങാണ് വൈകുന്നേരം നാലാഞ്ചിറ മാർവാനസ് കോളേജിലെ ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഇതിൻ്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ തന്നെ വിരുന്നൊരുക്കിക്കൊണ്ടാണ് ഈ ഒരു വിവാഹ സദസ്സ് അല്ലെങ്കിൽ ഒരു സൽക്കാര ചടങ്ങ് ഇവിടെ മന്ത്രി വി ശിവൻകുട്ടി ഒരുക്കിയത്. 3 മണി മുതൽ ആരംഭിച്ച ഈ ഒരു വിവാഹ സർക്കാർ ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി എന്നിവ സാന്നിധ്യമായിരുന്നു. എല്ലാവരെയും അദ്ദേഹം സ്റ്റേജിലിരുന്നു കൊണ്ട് ഇതിനെ സ്വീകരിച്ച് ആനയിച്ചു. കുറച്ച് സമയത്തെ റെസ്റ്റ് ആവശ്യമായതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ശിവൻകുട്ടി എല്ലാവർക്കും ഹസ്താനം ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ എല്ലാവരും ഇവിടെ എത്തിയിരുന്നു. ചേട്ടാ ഈ വിവാഹ സൽക്കാര ചടങ്ങിലെ സ്വീകരണ കമ്മിറ്റി മണ്ഡലം ചെയർമാൻ കൂടിയാണ് പുത്തമ്പടി വാർഡ് കൗൺസിലർ S സലീം. അദ്ദേഹവും ഇവിടെ സാന്നിധ്യമായിരുന്നു. നമ്മുടെ ഏരിയ സെക്രട്ടറി ഒരുപാട്
വിശിഷ്ട വ്യക്തിത്വങ്ങളോടൊപ്പം ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയും ഫുൾ എസ്കാർഡോടു കൂടി തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തോടു കൂടി ഇവിടെ എത്തുകയുണ്ടായി. അതോടൊപ്പം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, സിനിമാ താരങ്ങൾ എല്ലാവരും ഒരേപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന നിലയിലുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടാണ് ഈ വിരുന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് മറ്റു മന്ത്രിമാരെക്കാൾ ഒരു വ്യതിരിക്തമായി തന്നെ വ്യത്യസ്തനായി അദ്ദേഹം സാധാരണക്കാരോടൊപ്പം നിലനിൽക്കുന്നു. സാധാരണക്കാർക്കും അവസരങ്ങൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാനൊരു അവസരം നൽകിക്കൊണ്ടും ഈ സർക്കാരിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം നൽകിയ മന്ത്രിയെ എപ്പോഴും പലരും ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ പുകഴ്ത്തിപ്പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ഇനി ഇവിടുത്തെ ഭക്ഷണ രീതിയാണ്. എന്തൊക്കെ ഭക്ഷണം, വാരിവലിച്ചുള്ള ഭക്ഷണങ്ങളൊന്നുമില്ല, എന്നാൽ ചെറിയ ചെറിയ രീതിയിലുള്ള സ്നാക്സുകളും ഐസ്ക്രീമും ചായ പായസം അങ്ങനെയുള്ള എല്ലാ കടികളും ഇവിടെ ലഭ്യമാണ്. അവിടെ VIP-കൾക്ക് ഒരു സെക്ഷൻ, സാധാരണക്കാർക്ക് ഒരു സെക്ഷൻ അങ്ങനെയൊന്നും ഇല്ലാതെ ആർക്കും എവിടെയും വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകാം എന്നുള്ള നിലയിലാണ് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുള്ളത്. SK ശ്രീകണ്ഠൻ നായർ ഫാമിലി, അതോടൊപ്പം മറ്റ് എഴുത്തുകാർ, മറ്റ് വ്യക്തിത്വങ്ങൾ എല്ലാവരും ഈ ഒരു സാധാരണക്കാർക്കൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാനും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ഒരു സദസ്സ് എളിമയായി മാറി എന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടുന്ന് പറയാണ് ചിക്കൻ, അതുപോലെ വാഴക്കപ്പം, ചായ, ബജി ഏത് വേണം ഇവിടുന്ന് വെക്കുക. അതായത് നമ്മുടെ പൂന്തുറയുള്ള വ്യാപാര വ്യവസായയുടെ മാഹിനടക്കം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലെ എങ്ങനെ എല്ലാവരും VIP-കളെ സാധാരണക്കാർ യെസ് ഓക്കെ എല്ലാവരും എങ്ങനെയാണ് VIP-കളെ സാധാരണക്കാരെല്ലാം ഒരേപോലെ സൽക്കരിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടി യെസ് അപ്പോൾ ലൈവ് കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലൈവ് നേരെ ടെലികാസ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം യെസ് 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ ഒരു സർക്കാർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വാർഡ് കൗൺസിലർ സുധീർ അല്ലേ, സാധാരണക്കാർക്കും VIP-കൾക്കും എല്ലാവർക്കും ഒരേപോലെ സർക്കാർ ഒരുക്കിക്കൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് വഴി കാണിക്കേണ്ടതാണ്. സുധീർ സാർ എന്താണ് പറയാനുള്ളത്? ശിവൻകുട്ടി സാറിന്റെ മകന്റെ കല്യാണം എന്ന് പറഞ്ഞത് തിരുവനന്തപുരം നഗരത്തിലെ നിശാരം മുഴുവൻ ഒഴുകിയെത്തുമെന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേപോലെ തന്നെ ഭക്ഷണം വേർതിരിവില്ലാതെ ഉണ്ടാക്കുകയും ചെയ്തു. യെസ് ഓക്കെ. അപ്പോൾ രാഷ്ട്രത്തിലപ്പുറം എല്ലാവരും ഇവിടെ എത്തുകയും ചെയ്തു. എല്ലാവരുമായിട്ട് സമൂഹമുള്ളതാണ്. ഓക്കെ അപ്പോൾ ഇതാണ് കാരണം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തിക്ക് നടക്കുന്ന ഒരു കാര്യം ഇതാണ്. രാഷ്ട്രീയത്തിലപ്പുറം അദ്ദേഹമായി നല്ലൊരു കാര്യം. MLA VK പ്രശാന്ത്, അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി, ഷിഹാബ് തങ്ങൾ എല്ലാവരും ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ്. ഷിഹാബ് തങ്ങളും അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി ഇവിടെല്ലാം ഈ ഫുഡിനുള്ള സൗകര്യങ്ങൾ ഇവിടെ വയ്ക്കുന്നുണ്ട്.
ഈ ലൈവ് ഇവിടെ നിന്ന് വൈൻഡപ്പിയാണ്. എന്നാലും സാധാരണക്കാരെ VIP-കളെയും എല്ലാവരും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ കല്യാണ സൽക്കാരം ഒരുക്കുക. വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്കോ സാധാരണക്കാരെന്ന നിലയ്ക്കോ എപ്പോഴും പലരും ഇഷ്ടപ്പെടുന്നതാണ്. കാരണം പലർക്കും രാഷ്ട്രീയത്തോട് പല വൈരാഗ്യങ്ങളും ശത്രുതയുണ്ടെങ്കിലും ശിവൻകുട്ടി എന്നൊരു വ്യക്തിയോട് പലപ്പോഴും സ്നേഹമാണ്. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സിനിമാ നടന്മാരും എല്ലാവരും ഇവിടെ എത്തിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം പോലും അദ്ദേഹം മന്ത്രി ആകുമ്പോഴും അല്ലെങ്കിൽ MLA ആകുമ്പോഴും അദ്ദേഹത്തിനോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം പരമാവധി പരിശ്രമിക്കും. നമ്മളൊരു കോൾ ചെയ്താൽ അത് 2-3 കോളാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യം. അതിപ്പോൾ മന്ത്രി ആയാൽ പോലും അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വിവാഹത്തിന് നിന്ന് പോലും എല്ലാവർക്കും കത്തുകൾ അയക്കുകയും പിന്നീട് പ്രധാനപ്പെട്ട ആൾക്കാർ അദ്ദേഹം വിളിച്ച് ഞാനൊരു കത്ത് അയച്ചിട്ടുണ്ട് എന്ന് വരെ പറയുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരായി അദ്ദേഹം എപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളതിന് വ്യതിരിക്തമാണ്. സാധാരണ മിനിസ്റ്റർ മന്ത്രി എന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ മന്ത്രിയായി തന്നെ അദ്ദേഹം മാറുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇതേപോലെ സാധാരണ ഒരു കല്യാണ സദസ്സുകളിൽ പോലും VIP-ക്ക് ഒരു സദസ്സ്, പാവപ്പെട്ട വേറെ സദസ്സുമാണ്. പക്ഷേ അവിടെ നിന്ന് ഒരുക്കാതെ എല്ലാവർക്കും ഒരേപോലെ സദസ്സ് ഒരുക്കിക്കൊണ്ട് അദ്ദേഹം ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ സെക്യൂരിറ്റി ഇവിടെ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഈ 6 മണിയോടുകൂടി അവസാനിക്കുന്നതാണ്. BJP-യുടെ നേതാവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ലൈവ് ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്, ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ സാർ. എന്നാലും മന്ത്രിയുടെ കാരണം ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ഒരു വാക്കൂടെ പറയാം. കാരണം സാധാരണക്കാരായി ഇപ്പോൾ കാണുമ്പോൾ VIP-കൾക്ക് ഒരു സദസ്സ്, സാധാരണക്കാർ സദസ്സ് എന്നാണ്. പക്ഷേ മന്ത്രി ശിവൻകുട്ടി എങ്ങനെ ഒരു വേർതിന് കാണിക്കാന്ന് വെച്ചാൽ എങ്ങനെ തോന്നുന്നുണ്ട്? നല്ലൊരു കാര്യമാണ്. നല്ല കാര്യമാണ്. എല്ലാവർക്കും സാധാരണക്കാർക്കും എല്ലാവരും നിൽക്കാനുള്ള VIP-ക്കും എല്ലാവർക്കും ഒരേ വേദിയാണ്. അതുപോലെ തന്നെ വരനെയും വധുവയും കാണാനായിട്ട് എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്നു. എല്ലാവരെയും അവർ നല്ല രീതിയിൽ തന്നെയാണ് സാധാരണക്കാരനെയും മറ്റ് VIP-യും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് കണ്ടത്. അത് നല്ലൊരു വ്യത്യസ്തനാണ്, ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്. യെസ്, അപ്പോൾ അദ്ദേഹം വ്യത്യസ്തനായി തന്നെ നിൽക്കും. യെസ്, അതുകൊണ്ടാണല്ലോ ഏത് രാഷ്ട്രീയക്കാരായാലും എല്ലാവരും ഒരുമിച്ച് ഇവിടെ എത്താൻ സാധിച്ചു. കാണും. യെസ്, ഓക്കെ. സൗഹാർദ്ദം വേറെ. യെസ്, അത് അദ്ദേഹം കാത്തു സൂക്ഷിച്ച് തന്നെ പറയാം. ഓക്കെ. അപ്പോൾ എന്തായാലും മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന്. ഇത് കാരണം നമുക്ക് ഏതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഏതൊക്കെ വിശ്വാസങ്ങളുണ്ടെങ്കിലും അതിനപ്പുറം മനുഷ്യ സൗഹാർദ്ദം വേണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് സാധാരണക്കാരെന്നോ VIP-കളെന്നല്ലാതെ എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാവർക്കും ഒരേപോലെ വേർതിരിവില്ലാതെ ഭക്ഷണം നൽകുന്നു, സൽക്കരിക്കുന്നു. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ മകൻ ആശംസ കൈമാറാനും എല്ലാ സമയം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സമ്മാനം എന്ന് പറയുന്നത്, ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യമാണ് എന്ന് അദ്ദേഹം അറിയിച്ചുകൊണ്ടാണ് കത്തെല്ലാവർക്കും അയച്ചത്. അതിലുപരി ഒരു വിളിയും കൂടെ അദ്ദേഹം വിളിക്കണമെങ്കിൽ ആ മന്ത്രി സാധാരണക്കാരിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തിന്റെ അപാകതകളോ കുറവുകളോ ഒക്കെ അല്ല പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടത്, മറിച്ച് അദ്ദേഹം എന്ന വ്യക്തിയാണ് നമ്മൾ കാണിക്കുന്നത്. എന്നാൽ ഈ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്കിത് അവസാനിപ്പിക്കാം.